നമസ്കാരം. പതിരും കതിരും. യുദ്ധത്തിൽ മുഖ്യ ശത്രുവിന് വേണ്ടി മാത്രം കരുതി വയ്ക്കുന്ന ചില ആയുധങ്ങളുണ്ട്. പിഴയ്ക്കാത്തവ. കൃഷ്ണന് ചക്രം, അശ്വത്ഥാമാവിന്റെ നാരായണാസ്ത്രം, അർജുനന്റെ കയ്യിൽ സർപ്പവിഷം നിറയ്ക്കുന്ന പാശുപതാസ്ത്രം. വടകരയിൽ സർപ്പവിഷത്തേക്കാൾ കൂടിയ വിഷം നിറച്ച ഒരായുധം ശൈലജ ടീച്ചർക്ക് വേണ്ടി കരുതി വെച്ച ആ മഹാപാപി ആരായിരിക്കും? ദിവസങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ട് ആ ദുഷ്ടനെ പിണറായി വിജയന്റെ സൈബർ പോലീസ് മിനിറ്റ് വെച്ച് പൊക്കി ഠാണാവിൽ അടച്ചില്ല? കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അവനെ തെരണ്ടിവാല് കൊണ്ട് തല്ലണം. കോൺഗ്രസുകാരനാണെങ്കിൽ 2 അടി കൂടുതൽ അടിക്കണം. ടീച്ചർ ഇപ്പോൾ ഉറങ്ങാതെ ഇരുന്ന് കരയുകയാണ്. അത് കണ്ടിട്ട് കാരണഭൂതന് എന്താണ് ഒരു മനസ്സലിവും തോന്നാത്തത്? ആ സൈബർ മനോരോഗിയെ പിടികൂടാൻ എന്തുകൊണ്ടാണ് മടിക്കുന്നത്? പാനൂരിൽ പൊട്ടിയ ബോംബ് ഒരു സഖാവിന്റെ ജീവൻ എടുത്തെങ്കിൽ ആ സ്ഫോടനത്തിൽ കരചരണങ്ങൾ അറ്റുനിൽക്കുകയാണ് പാർട്ടി. ആ ബോംബിനെ നിർവീര്യമാക്കാൻ ഒരു അശ്ലീല ബോംബ് വേണമെന്ന് ചിന്തിച്ചു കൂട്ടിയ കുരിഷ്ടബുദ്ധി ആരുടേതാണ്? ശൈലജ ടീച്ചറെ അത്തരത്തിൽ അപമാനിച്ചാൽ അത് തിരിച്ചടിയാകുമെന്ന് അറിയാത്തയാളല്ല ഷാഫി. അതിനൊക്കെ അപ്പുറം ശൈലജ ടീച്ചറെ യുദ്ധമുഖത്ത് നിർവീര്യമാക്കാൻ എന്തെല്ലാം UDFന്റെ പക്കലുണ്ട്. ടീച്ചറുടെ കൈകളും ശുദ്ധമല്ല എന്ന ആരോപണം തുടക്കം മുതൽ തന്നെ UDF ഉന്നയിക്കുന്നുണ്ട്. അതിനെയൊന്നും വേണ്ട തരത്തിൽ പ്രതിരോധിക്കാൻ കഴിയാതെ നിന്ന CPMന് പാനൂർ സംഭവം ഉണ്ടാക്കിയ പരിക്ക് ചെറുതല്ല. അപ്പോൾ പിന്നെ ഒരു സഹതാപ തരംഗമുണ്ടാക്കി ശൈലജ ടീച്ചറുടെ കണ്ണീർ വീഴ്ത്തിയാൽ ഫലം ചെയ്യുമെന്ന് ആരായിരിക്കും ചിന്തിച്ചത്? വില്ലിന്റെ ബലം പോലെയിരിക്കും അമ്പിന്റെ പാച്ചിൽ. ഇതുവരെ പ്രയോഗിക്കാത്ത തരത്തിലുള്ള ഒരായുധമുണ്ടാക്കി ആരോ ബുദ്ധിപൂർവം പ്രയോഗിച്ചു കളഞ്ഞു. അതോടെ കരച്ചിലായി, കണ്ണീരായി. ടീച്ചർ പറയുന്നത് ഇത് ഷാഫി പറഞ്ഞു ചെയ്യിച്ചതാണ് എന്നാണ്. ടീച്ചറുടെ കണ്ണീർ കണങ്ങൾ കണ്ടതോടെ ഇടത് ക്യാമ്പുകൾ മൂക്ക് ചീറ്റാൻ തുടങ്ങി. പക്ഷേ കോൺഗ്രസുകാരും ആ അശ്ലീല ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല. ഇത് വിവാദമാക്കാൻ മുന്നിൽ നിന്ന റിപ്പോർട്ടറിലെ അരുൺകുമാറും സംഗതി കണ്ടിട്ടില്ല. ആകെ കണ്ടത് ടീച്ചറും ഇടത് സൈബറുകളും മാത്രമാണ്. ഞാനേ കണ്ടുള്ളൂ. അങ്ങനെ ഒരു നെറുകേട് കാണിച്ചവനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ KK രമയും ഉമാ തോമസും ഒന്നിച്ചാവശ്യപ്പെട്ടു. അതൊരു ട്വിസ്റ്റായി. അപ്പോഴും പിണറായി വക നമ്പർ 1 പോലീസ് വായ പൊളിച്ചു നിൽക്കുകയാണ്. ഭരതനസൈ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് പ്രതി നേരിട്ട് വരണമെന്നാണ് പോലീസ് പറയുന്നത്. ഇനി ഒരു 6-7 ദിവസം കൂടി എങ്ങനെയെങ്കിലും ടീച്ചർ ഇങ്ങനെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കണം. കഴിയുമെങ്കിൽ ഒരു പോരാളി ഷാജിയുടെ നിലവാരത്തിലേക്ക് താഴുകയും വേണം. പാനൂരിലെ സ്ഫോടനത്തെപ്പറ്റി മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് വിഷയദാരിദ്ര്യമുണ്ടോ എന്നായിരുന്നു. വിഷയദാരിദ്ര്യമുണ്ടെങ്കിലും എന്നെ കോവിഡ് കള്ളി എന്ന് വിളിക്കരുതെന്നും ടീച്ചർ പറയുന്നു. ഷാഫി പോകുന്ന വഴികളിലെല്ലാം ഉടുകൊണ്ട് പൊക്കി നിന്ന് നഗ്നത അങ്ങേയറ്റം പ്രദർശിപ്പിച്ച് മുദ്രാവാക്യം മുഴക്കുന്ന ചെമ്പടയുടെ വീര്യം കണ്ടാൽ ശൈലജ ഇത്രയൊന്നും കരയേണ്ട കാര്യമില്ല. ജയം ഉറപ്പാണ്. തൃക്കാക്കരയിൽ LDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ ഒരു അശ്ലീല റീല് തന്നെ ഇറക്കിയിരുന്നു. CPM നേതാക്കൾ പറഞ്ഞത് അതിന്റെ പിന്നിൽ VD സതീശനാണെന്നായിരുന്നു. TP ചന്ദ്രശേഖരനെ ആളെ വിട്ട് കൊല്ലിച്ചത് PC ജോർജ് ആണെന്ന് പറഞ്ഞ നേതാക്കൾ വരെ CPMലുണ്ട്. വാടകയ്ക്കെടുത്ത വണ്ടിയിൽ മാഷാ അള്ള സ്റ്റിക്കർ ഒട്ടിച്ച് മതേതരത്വത്തെ പോറലേൽക്കാതെ സംരക്ഷിക്കുന്ന വിദഗ്ധന്മാരുള്ള പാർട്ടിയാണ് ഇതെന്ന് ഓർക്കണം. എന്തിനേറെ ഒരു ജില്ലാ സെക്രട്ടറിയെ കുരുക്കാനായി അങ്ങേരുടെ കട്ടിലിന്റെ കീഴെ ഒളിക്യാമറ വെച്ച ടീമാണ് രാഷ്ട്രീയ ശുദ്ധിയെപ്പറ്റിയും മര്യാദയെപ്പറ്റിയും ഒക്കെ വീമ്പടിക്കുന്നത്. ടീച്ചറുടെ വിങ്ങലിന് പിന്നിൽ തളർന്നു പോയ സഖാക്കൾ പഴയ കഥകളൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. മാനവും അഭിമാനവും CPMലെ വനിതകൾക്ക് മാത്രമുള്ളതല്ല. രാഷ്ട്രീയത്തിലിറങ്ങിയ സകലർക്കും അത് വേണ്ടതാണ്. TP ചന്ദ്രശേഖരന്റെ ഭാര്യയെ ആസ്ഥാന വിധവ എന്ന് വിളിക്കുക മാത്രമല്ല ചെയ്തത്, ഭർത്താവിന്റെ ശവം തിന്ന് ജീവിക്കുന്നവളെന്ന് ആക്ഷേപിക്കുകയും ചെയ്തു. ഇതിൽ പരം ഒരപമാനവും നികൃഷ്ടമായ ആരോപണവുമുണ്ടോ? അതും പോരാതെ തെരുവിൽ മുലക്കച്ച കെട്ടിയ ഒരു സ്ത്രീവേഷത്തെ മുൻപേ നടത്തി KK രമയെ അപമാനിച്ചു. തൃക്കാക്കരയിൽ ഉമാ തോമസ് മത്സരത്തിനിറങ്ങിയപ്പോൾ സൈബറുകൾ പ്രചരിപ്പിച്ചത് ഭർത്താവ് മരിച്ചാൽ ചിതയിൽ ചാടുന്നത് സതി, മത്സരിക്കാനിറങ്ങുന്നത് കൊതി എന്നായിരുന്നു. അവർക്ക് ഉമ്മൻചാണ്ടിയുടെ മകൾ മോഡലിംഗ് രംഗത്തിറങ്ങി ജീവിക്കുന്നത് കാണുമ്പോൾ ആക്ഷേപമാണ്. പിണറായി വിജയന്റെ മകൾ മാസപ്പടി വാങ്ങുന്നത് നല്ല അന്തസ്സാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിനെ പറ്റി തോന്നിവാസം പറഞ്ഞ ശേഷം
വിജയരാഘവൻ ഇളിച്ച ഇളി പോലെ ഒരശ്ലീലം വേറെയില്ലായിരുന്നു. ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്തിട്ടും അയാളുടെ ഭാര്യ ഇവർ വെറുതെ വിട്ടോ. എന്തിനേറെ 90 വയസ്സുള്ള മറിയക്കുട്ടിയെ വിളിക്കാത്ത തെറിയില്ല. ദേശാഭിമാനി പടച്ചിറക്കിയ കള്ളക്കഥകൾ വേറെയും. രാഷ്ട്രീയ മര്യാദ കാണിക്കണം സ്ത്രീകളോടെന്ന് ശൈലജ എന്നെങ്കിലും സ്വന്തം പാർട്ടിക്കാരോട് പറഞ്ഞിട്ടുണ്ടോ? എന്തിനേറെ സർക്കാർ ആശുപത്രിയിലെ ICUവിൽ മാനഭംഗത്തിനിരയായ സ്ത്രീയെയും അവർക്ക് കൂട്ടുനിന്നതിന്റെ പേരിൽ ഒരു നഴ്സിനെയും എന്തെല്ലാം തരത്തിൽ ഈ സർക്കാരും ആരോഗ്യവകുപ്പും ദ്രോഹിച്ചു. എപ്പോഴെങ്കിലും ആ തിരുവാ തുറന്ന് ഇതിനെതിരെ ശൈലജ ടീച്ചർ പ്രതികരിച്ചിട്ടുണ്ടോ? ആശാട്ടി പറ്റല്ല ടീച്ചറെ ആശാനുണ്ടാകുന്നത്. ജി സുധാകരൻ പറഞ്ഞതുപോലെ ലോകത്തൊരമ്മയും ഒരു ടീച്ചറെ പ്രസവിക്കാറുമില്ല. നന്ദി.